ഇന്ന് ഞാനും അശ്വിനോട് പോകുന്നത് എൻ്റെ അശ്രദ്ധക്കുറവ് മൂലം എൻ്റെ വണ്ടി കിട്ടിയ 2, 3 പണികളിൽ ഒരു പണി ശരിയാക്കാനാണ്. പണികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുരുമ്പാണ് മെയിൻ പ്രശ്നം. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ സൈഡ് കവർ, ക്രാഷ് ഗാർഡ്, റിമ്മുമാണ് ഇപ്പോൾ തുരുമ്പായിട്ടിരിക്കുന്നത്. ഇതിലെ റിമ്മിന്റെ അവസ്ഥ വളരെ ശോകമായിരുന്നു. ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ ഷോറൂമിൽ നിന്നും പുതിയ റിമ്മ് വാങ്ങി ഇത് മാറാനായിട്ട് പോവുകയാണ്. ഇത് നമുക്ക് സാധാരണ അലോയ് മാറുന്നതിനോട്ട് മാറിയെടുക്കാൻ പറ്റത്തില്ല. കോട്ടം പിടിച്ചിട്ട് വേണം നമുക്ക് പുതിയ റിമ്മ് ടയറെ സെറ്റ് ചെയ്യാനായിട്ട്. ഇതിനെ ഞാൻ പടനത്തിലുള്ള സന്തോഷേന്റെ വർക്ക്ഷോപ്പിലോട്ടാണ് പോകുന്നത്. പന്തളത്ത് നിന്ന് വളരെ അടുത്താണെങ്കിലും ഇത് ആലപ്പുഴ ജില്ലയാണ്. ഇതാണ് സന്തോഷേട്ടൻ. സന്തോഷേട്ടന്റെ കട വരുന്നത് നമ്മുടെ ഇടപ്പോണ് KCB പവർ സ്റ്റേഷന്റെ അടുത്തായിട്ടാണ്. ചേട്ടനിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ഇതുകൊണ്ടുള്ള ടയറുകളുടെ കോട്ടം പിടുത്തമാണ്. നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള മെയിൻ വർക്ക്ഷോപ്പുകാരും അല്ലാതെ ആൾക്കാരും സന്തോഷേന്റെ അടുത്തുകൊണ്ടാണ് കോട്ടമൊക്കെ പിടിക്കുന്നത്. ഞാൻ വണ്ടി കൊണ്ട് കൊടുത്തപ്പോഴും സന്തോഷേട്ടൻ ആദ്യം ചെയ്തതിനകത്ത് ടയർ ഊരിയെടുക്കുന്നതാണ്. ടയർ ഊരിയെടുത്തപ്പോൾ റിമ്മിന്റെ അവസ്ഥ ഇതാണ്. തുരുമ്പ് പിടിച്ച് നമ്മുടെ വാൽറ്റോവിന്റെ ഭാഗമൊക്കെ അടന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പഴയ റിമ്മിൽ നിന്നും കമ്പിയും കാര്യങ്ങളെല്ലാം ഊരിയെടുത്തു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതിയ റിമ്മ് മേടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് കമ്പി മേടിക്കാൻ ശ്രമിക്കുക. എനിക്കത് അറിയത്തില്ലായിരുന്നു. എൻ്റെ ഇരുന്ന പഴയ കമ്പികൾക്കൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് തന്നെയാണ് ഇട്ടത്. ഇതാണ് എൻ്റെ വണ്ടിക്കകത്ത് വന്ന കമ്പി. അപ്പോൾ ഓരോ വണ്ടിക്ക് ഓരോ ആംഗിളിലാണ് ഈ കമ്പി കിട്ടുന്നത്. ഈ കമ്പി വാങ്ങുമ്പോൾ ആ കാര്യത്തോടെ ശ്രദ്ധിക്കണം. ഇതാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന പുതിയ റിമ്മ്. ഇതിനകത്തോട്ട് ഇനി ഓരോരോ കമ്പികളായിട്ടും തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് 2-3 മണിക്കൂർ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് കണക്ക് കൂട്ടിയാണ് നിങ്ങൾ വരാനായി. അങ്ങനെ കമ്പിയെല്ലാം കണക്ട് ശേഷം ചേട്ടൻ കോട്ടം പിടിക്കുന്ന സ്റ്റാൻഡിലോട്ട് വെച്ചിട്ട് ഓരോ കമ്പിയും അയച്ചും ടൈറ്റ് ചെയ്തും അത് മൊത്തത്തിൽ ലെവലാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റിമ്മിനകത്തൂടെ ചെറിയൊരു ട്യൂബിന്റെ പോർഷൻ വരുന്നുണ്ട്. അത് നമ്മുടെ പഴയ പോയായിരുന്നു. അതിന് വരും ചേട്ടൻ പുതിയ ഒരെണ്ണം എടുത്തിട്ടു. എന്നിട്ട് പഴയ ഉണക്കിന് ടയർ റിമ്മയിൽ തിരിച്ചിട്ടു. എന്നിട്ട് പഴയ ഉണക്കിന് ബ്രേക്ക് ഡിസ്കും കാര്യങ്ങളെല്ലാം വണ്ടിയെ തിരിച്ചിട്ടു. എന്നിട്ട് ടയർ നമുക്ക് പഴയ ഉണക്കിന് വണ്ടിയിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വണ്ടി വാങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് റിമ്മിന്റെ കോട്ടം പിടിക്കുന്നത്. ഇതിനു മുമ്പ് വണ്ടിക്ക് ചെറിയൊരു തുള്ളിച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. കോട്ടം പിടിച്ച് കഴിഞ്ഞപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കിലത്തെ ടയറിന് റിമ്മിന്റെ കോട്ടോടെ പിടിക്കാനുണ്ട്. അപ്പോൾ അത് ടയർ ശാലം മോശമാണ്. അപ്പോൾ പുതിയ ടയർ മേടിക്കുമ്പോൾ ഒരുമിച്ച് റിമ്മിനോട് കോട്ടം പിടിച്ചിടാന്ന് സന്തോഷിട്ടൻ പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് കോട്ടം ഒക്കെ പിടിക്കാൻ നിങ്ങളുടെ വണ്ടിക്കുണ്ടെങ്കിൽ ഞാൻ സന്തോഷിന്റെ നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും.